നേരം സിനിമ ചെയ്തപ്പോൾ അവിടെ റെഡ് ജയന്റ് ആണ് എടുത്തത്. അപ്പൊ റെഡ് ജയന്റിന്റെ ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിന് അപ്പൊ കൊലബരിയൊക്കെ ഹിറ്റായിരിക്കുന്നത് കൊണ്ട് അനിരുദ്ധാണ് ഞങ്ങളുടെ ആൽബം ലോഞ്ച് ചെയ്യാൻ വന്നത്. അപ്പൊ ഞങ്ങൾക്ക് പേഴ്സണലി അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അനിരുദ്ധ് നിങ്ങൾ എന്നെ വന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അന്ന് തൊട്ട് നമുക്കറിയാം. പിന്നെ പേഴ്സണലി പറയണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ആ കാലഘട്ടത്തിൽ ചെറിയൊരു ഈ കുറച്ച് മലയാളം തമിഴ് ഇഷ്യൂസ് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നൈയിലിരിക്കുക. അപ്പോൾ എനിക്കിത് പേഴ്സണലി അറിയാം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അനിയന്മാരൊക്കെ കോളേജിൽ പഠിക്കുന്നവർ, അവർക്ക് ചെറിയ അടി കൊള്ളുക, ചെറിയ ചെറിയ കശപിശകൾ ഉണ്ടാവുക, ഭയങ്കര ന്യൂക്ലിയർ ആയിട്ട് സംഭവിക്കുന്നുണ്ട്. സോ അത് ആക്ച്വലി ഉണ്ടാവേണ്ട കാര്യമില്ല. ഇൻ ദിസ് വേൾഡ് നമുക്കൊരു ഒറ്റ ആവശ്യമില്ലാത്ത കാര്യം. സോ പർപ്പസ്ഫുള്ളി ഞാനും അൽഫോൺസ് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അൽഫോൺസ് ഇങ്ങനെ ഐഡിയ പറഞ്ഞു, നമുക്ക് ചുമ്മാ അനിരുദ്ധിന് ചോദിച്ചാലോ എന്നിട്ട്. അനിരുദ്ധൊക്കെ പാടുമോ എന്നുള്ള രീതിയിലായിരുന്നു. എന്നുവെച്ചാൽ അവൻ അന്നേ ഭയങ്കര ബിസി ആയിരുന്നു, അതൊന്നും ഫോണിൽ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. സോ അങ്ങനെ ഞാൻ അൽഫോൺസും വന്ന് നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു വഴി കൂടെ കോൺടാക്ട് ചെയ്ത് നോക്കി. ഞങ്ങൾ ചെന്നൈ പോയിട്ട് ഒരു ആഴ്ച വെയിറ്റ് ചെയ്ത്, ഒരു പണിയില്ലാതെ, ഇന്ന് വരും നാളെ വരും എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇന്ന് രാത്രി റെക്കോർഡ് ചെയ്യാം, അവിടെ തന്നെ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റുഡിയോ ബുക്ക് ചെയ്ത് പുള്ളി നൈറ്റ് ഒരു 11 മണിക്ക് വന്നു, രാവിലെ ഒരു 5 മണിക്ക് റെക്കോർഡിങ് തീർത്ത് വി പാസ്.